നമുക്ക് 4 ലക്ഷം റുപ്യ ലാസ്റ്റ് കിട്ടിയാ കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 4 ലക്ഷം റുപ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അതെ അതെ. ലോൺ കയറൂലേ? ലോൺ ഇതൊക്കെ നമുക്കൊരു 6 റുപ്യൊക്കെ ലോൺ കിട്ടും. മാക്സിമം കയറും. 1.5 ലക്ഷം 2 ലക്ഷം മിനിമം ആണല്ലേ? 2 ലക്ഷം റുപ്യക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റിലെ ഡീസൽ വണ്ടികൾ കൊടുക്കാല്ലേ? ചെറിയ കായിന്റെ വണ്ടി എങ്ങനെ മോഡലുണ്ട്? 2009 നമ്മൾ 4 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. 4 ലക്ഷം അതിൽ കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാല്ലേ? ലോണ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതൊരു 5.80 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക്. അതും കേരള നമ്പർ ആക്കിയിട്ടല്ലേ? നമ്പർ ആയല്ലോ. 3.20 ലാസ്റ്റ് കൊടുക്കാം. 3,20,000 റുപ്യക്ക് കേരള നമ്പർ ആക്കിയിട്ട് 16 മോളിൽ സണ്ണി കൊടുക്കാം. ഇത് 2.75. 2,75,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിമൊരു 6 ലക്ഷം റുപ്യ ലോൺ മാക്സിമം കയറും. സുഖമായിട്ട് കയറും അല്ലേ? എന്തായാലും ഒരു 3 ലക്ഷം അതിന്റെ കീപ്പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാപ്പിന്റെ നമുക്ക് വർക്കാറല്ലേ? നമ്മൾ 3.75 ചോദിക്കുന്ന റേറ്റ്. അതെ. അത് കുറച്ചിട്ടാണ് കൊടുക്കും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ വീണ്ടും വെള്ളാമ്പുറ അത്താണിക്കുള്ള എക്സോട്ടിക് യൂസർക്കാർ വീണ്ടെത്തിക്കണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഒരു 15ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ്. ടയോട്ടന്റെ ഷോറൂമാണ്. ടയോട്ടന്റെ വണ്ടിയാണ്. കുറെ വണ്ടികൾ ടയോട്ടനാണ്. ഇന്നോവകളായിട്ടും ക്രിസ്റ്റകളായിട്ടും ഫോർച്യൂണറായിട്ടും ലിവറോട് ചാകരുണ്ട്, ഇന്നോവ ചാകരുണ്ട്. ഏത് മോഡൽ വണ്ടി കൊടുത്താലും മാറ്റിയാണെങ്കിൽ നല്ല വണ്ടി കൊണ്ടുപോകാം. പൊളിഞ്ഞ വണ്ടി കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ 7 സീറ്റ് എർട്ടികൾ ഉണ്ട്. അതും ടാക്സിൽ ചെറിയ മുടക്കിൽ ഇറക്കാം. ഓഡി A4 ഡസ്റ്ററുകള് സ്വിഫ്റ്റുകൾ എല്ലാ മോഡലുകളും നമ്മളെ കോളില് കുഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ ഷാണല്ലേ? അതാറുണ്ട്. ലൊക്കേഷൻ വേണ്ട പറഞ്ഞു. ഇത് നമ്മള് കോഴിക്കോട് പാലക്കാട് ഹൈവേ. അതിൽ വെള്ളാമ്പുറം കഴിഞ്ഞിട്ട് അത്താണിക്കൽ റിസോർട്ട്. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ അത്താണിക്കലാണ്. വെള്ളമ്പുറം കഴിഞ്ഞിട്ട് അത്താണിക്കലാണ്. ഇപ്പൊ മലപ്പുറം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത്താണിക്കൽ കഴിഞ്ഞിട്ടാണ് വെള്ളമ്പുറം അല്ലേ? ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. 2 നമ്പർ എടുക്കണ്ടേ? 2 നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷനും വിട്ടുതരാം. ഇപ്പൊ ഗൂഗിളിൽ എക്സോട്ടിക് യൂസർ അടിച്ചാൽ അങ്ങനെ കിട്ടുമല്ലോ. അത്താണിക്കൽ അടിക്കണം. അത് കിട്ടുമല്ലോ അല്ലേ? മേജർ ആക്സിഡന്റ് ഫ്ലഡും അങ്ങനത്തെ വണ്ടികളൊന്നും നമ്മൾ ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഗ്യാരണ്ടി വണ്ടികളൊക്കെ ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ. ഓരോരുത്തർ ഏത് വണ്ടി കൊടുത്താലും മാറ്റി ഏത് വണ്ടി ലക്ഷറി വണ്ടികളൊക്കെ നമ്മൾ എടുക്കുമല്ലോ. ഏത് വണ്ടി കൊടുത്താലും മാറ്റി ഏത് വണ്ടി. ഓക്കെ, അപ്പൊ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നല്ല അടിപൊളി സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ ലിവന്റെ ആയിക്കോട്ടല്ലേ? ലിവന്റെ ചാകരല്ലേ? ഒരു 4 ഉണ്ടല്ലേ? 3 വണ്ടി ഉണ്ട്. ചെറിയ പൈസക്കാണ് കൊടുക്കും. ഇത് 2018 മോഡലാട്ടോ. 18 മോഡലാണ്. GDSP ആണ്. നല്ല അടിപൊളി ലിവല്ലേ? റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി. റെഡ് ആൻഡ് ബ്ലാക്ക് ആണല്ലേ? കേരള നമ്പർ ആയിട്ട് ചെയ്യല്ലേ? നമ്പർ ആയിപ്പത് സെക്കൻഡ് ഓണറിൽ നമ്പർ ആയിപ്പോ. അപ്പൊ നമ്പർ ആകുമ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആയില്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയല്ലേ? നല്ല വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയില്ല. കേരള വണ്ടിനോട് കടപിടിക്കുന്ന വണ്ടിയാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? അത്ര ഗ്യാരണ്ടി നമുക്ക് പറയാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് എത്രയാണോ? നമ്പറായിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ. അതെ. GDSP ആണ്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി കേട്ടോ. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് മാറിക്കണോ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല്? നമുക്കിതൊരു 5.80 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക്. അതും കേരള നമ്പർ ആക്കിയിട്ടല്ലേ? നമ്പർ ആയല്ലോ. കേരള നമ്പറായ വണ്ടിയാണ്. 5,80,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ലോണർക്ക് 5 ലക്ഷം കയറുമോ? 5-5 മാപ്പിടൊക്കെ മാക്സിമം കയറ്റി കൊടുക്കാല്ലേ? എന്നാലും ഒരു 10,000 50,000 മുടക്കിൽ നമുക്ക് അടിപൊളി ലീവ GDSP ഉണ്ടാവില്ലേ? ഓക്കെ. ഡീസൽ നല്ല മൈലേജ് ഇല്ല. ഡീസൽ ആകുമ്പോ എന്തായാലും കിട്ടും. നരേര് പറഞ്ഞു ചെയ്യാം. അടുത്ത വണ്ടി വീണ്ടും ലിവല. അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണല്ലേ? റെഡ് ആൻഡ് ബ്ലാക്ക് കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. 2018 VXD. 18 മോഡലാണ്. VXD ആണ്. ഏറ്റവും ഫുള്ളോട് വണ്ടിയില്ലേ? ഓപ്ഷൻ വണ്ടി. കേരള നമ്പറായ വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ ഇപ്പോൾ നമ്പറായി. സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയില്ലേ? ഏതാ വണ്ടിയില്ലേ? നല്ല വണ്ടി കേട്ടോ. കറക്റ്റ് ഹിസ്റ്ററിലെ വണ്ടിയല്ലേ? കറക്റ്റ് 1.20 കമ്പനി ഹിസ്റ്ററിലെ വണ്ടി. ഹിസ്റ്ററിലെ അടിപൊളി വണ്ടിയില്ലേ? 1.20 ഓടിക്കണ്ടല്ലേ? ഹിസ്റ്റർ ഉണ്ട്. ഷോറൂം സർവീസുള്ള വണ്ടി. സീറ്റർ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി ചെയ്തോളല്ലേ? എയർ ബാഗ് എല്ലാ പരിപാടിയും വരുന്നില്ലേ? ഫുള്ളോട് പറഞ്ഞാൽ ഏറ്റവും ഫുള്ളോട്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്നുണ്ട്. ഇതിപ്പോ റീപ്ലേസ് ചെയ്യല്ലോ? ഇതിന് ഒരു റീപ്ലേസും ഇല്ല. ഒരു പരിപാടി ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് 6.25. 6.25 ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കണ്ടേ? അത് കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഒരു 6 റുപ്യ അലവിലൊക്കെ നമുക്ക് കയറ്റാം. 6 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. ഒരു 10,000 80,000 മുടക്കില്ല, അല്ലെങ്കിൽ ഒരു 50,000 മുടക്കില്ല ലീവ് ആക്കല്ലേ? ഏറ്റവും ഫുള്ളോട് VXD വണ്ടി ഉണ്ടാവും. VXD വണ്ടിയാണ്. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോൾ ഒരു 20 മേലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഒരു ആവറേജ് 20 പറയാം. അതിന് മേപ്പൺ എന്തായാലും കിട്ടുമല്ലേ? ഫുൾ ഗ്യാരണ്ടിയിലുള്ള വണ്ടി, ഷോറൂം മിസ്റ്ററിലുള്ള വണ്ടി. അടുത്ത വണ്ടി വീണ്ടും ലിവല.
വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെ വീണ്ടും അല്ലേ? 2017 മോഡല് ആ GD സിംഗിൾ ഓണർ വണ്ടി. GD ആണ്, SP ഉണ്ടോ? GD XP അല്ല, GD മാത്രല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ. കേരള നമ്പർ ആക്കിട്ട് കൊടുക്കൂലേ? നമ്പർ ആക്കിട്ട് കൊടുക്കാം. നമ്പർ ആക്കിട്ട് കൊടുക്കല്ലേ? ഓക്കെ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണ്ടേ? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം. 1.5 ലക്ഷം. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മളിവിടെ രജിസ്റ്റർ ആക്കുമ്പോൾ സെക്കൻഡ് ഓണർ നിലവിലാവും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുൾ. റീപ്ലേസ് ഉണ്ടോ? ഇതിന് ഒരു റീപ്ലേസും ഇല്ല, ഒരു പരിപാടി ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? ഫുൾ ഗ്യാരണ്ടി. ഇതിന് കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാ? ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? ഇത് നമുക്കൊരു 5.25 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 5.25 വെച്ചാൽ എന്തായാലും കുറച്ചിലാണ് കൊടുക്കും. അതെ അതെ. ഓക്കെ. ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് 5ന്റെ മേലക്ക് എന്തായാലും ലോൺ മാക്സിമം കയറും. ചിലപ്പോ ഫുള്ളും കയറും, അല്ലെങ്കിൽ ചെറിയ 10, 20, 30, 40 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാല്ലേ? ഫുൾ പക്ക ഗ്യാരണ്ടി ഹിസ്റ്ററിലുള്ള വണ്ടിയില്ലേ? ഫുൾ ഹിസ്റ്ററി ക്ലിയർ ഉള്ള വണ്ടി. ഡീസൽ ആകുമ്പോൾ മൈലേജും ഇല്ലേ? 20ന്റെ മേലെ എന്തായാലും മൈലേജ് എന്തായാലും കൊണ്ട് ചെയ്യും. ധൈര്യം പറഞ്ഞ് ചെയ്യാല്ലേ? അടുത്തോണ്ടല്ല അടിപൊളി ഇത്യോസിലെ സടാ വണ്ടിയില്ലേ? ലീവ കഴിഞ്ഞാ പിന്നെ സടാ വണ്ടിയായി. അതെ അതെ. എങ്ങനെ മോളിലുണ്ട്? 2014. 14? അതെ. 14 മോളിലാണ്. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഇത് GD ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.30 ഓട്ടം ഓടിയുണ്ട്. ഹിസ്റ്റർ ഉണ്ട് അതിന്? ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയില്ലേ? 3ാമത്തെ ഓണറിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്പറായ വണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയാണ്. 3ാമത്തെ വർഷം ഇപ്പൊ നിലവിലുള്ളത്. ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൊണ്ട് ഉഷാറ്. എല്ലാ ഭാഗവും ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? നമ്മൾ 3.25 ചോദിക്കുന്ന റേറ്റ്. അതെ. അത് കുറച്ചിട്ടാണ് കൊടുക്കും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ എത്ര കയറിപ്പോ? ഒരു 3.40, 3.30 ലെവലൊക്കെ നമുക്ക് ലോൺ ലോൺ കയറും. ഒരു 30,000 മുടക്കുള്ള അടിപൊളി ടയോട്ടന്റെ സടാ വണ്ടി ഉണ്ടാക്കാല്ലേ? ഇത്യോസ്. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഇതൊക്കെ 20ന്റെ മേലക്ക് എന്തായാലും കിട്ടൂലേ? ഡീസൽ വണ്ടികളൊക്കെ 20ന് മേപ്പെട്ടല്ലേ? ഫുൾ ഗ്യാരണ്ടിയിൽ ചവിട്ടി പൊളിച്ച് പോകാം അല്ലേ? ഒരു പണി ഇല്ലാത്ത വണ്ടിയില്ലേ? ഒരു വർക്കും ഇല്ലാത്ത വണ്ടി. ക്ലീൻ വണ്ടി. അടുത്ത വണ്ടിയല്ല അടിപൊളി ഹോണ്ട ജാസിലെ സിൽവർ കളർ. 2015 മോഡല്. 15 മോഡൽ ഉണ്ട്. അതെ. ഇത് ഓപ്ഷൻ ആയിരുന്നേ? വി ആണ് ഓപ്ഷൻ പറ്റില്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ഇത് കേരള നമ്പർ വണ്ടിയാ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ. ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? നമ്പർ ആണ്ട ആവശ്യമില്ല. ഓടിയുന്ന എത്രയാണ്? ഇത് 1.20 ഓട്ടം. ഹിസ്റ്റർ ഉണ്ട് അതിന്? അത് ഫുൾ ഹിസ്റ്റർ ഉള്ള വണ്ടി. കമ്പനി വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടി അല്ലേ? നല്ല ഉഷാറ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയില്ലേ? അല്ല, അതൊക്കെ ഹോണ്ടയിൽ വരുന്നതാണ്. കമ്പനി വരുന്ന തന്നെയാണല്ലേ? ഓക്കെ. ഇതിപ്പോ റീപ്ലേസ് ഇതിന് ഒരു റീപ്ലേസും ഇല്ല, ഒരു പരിപാടി ഇല്ല, ഒരു റീപ്ലേസും. ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാറല്ലേ? ഗ്യാരണ്ടി വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, എല്ലാം ഫുൾ നീറ്റ്. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇതൊരു 4.60 നമുക്ക് കൊടുക്കാം. 4,60,000 കൊടുക്കാം. ഞാൻ എന്തെങ്കിലും കുറച്ച് കൊടുക്കുവോ? ആൾക്കാർ വന്നോടല്ലേ? എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ മാക്സിമം നല്ല പ്രൊഫൈലിൽ ഫുൾ ലോൺ ആണ്. അല്ലെങ്കിൽ 10-20,000 മുടക്കിൽ നമുക്ക് പൈസ മുടക്കിയാലേ ഇറക്കാമല്ലേ? ഇത് ഡീസലേ പറ്റുള്ള? ഡീസൽ. എത്ര മൈലേജ് കിട്ടുന്നത് ഡീസൽ ആകുമ്പോ? ഇത് ഹോണ്ടന്റെ വണ്ടിയല്ലേ? ഇതൊക്കെ 20 കിലോമീറ്റർ പക്ക മൈലേജ് ഉള്ള കിട്ടും. 10 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് ധൈര്യം പറയാല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ല, ഒറിജിനൽ കേരള വണ്ടിയില്ല, ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. അടുത്ത വണ്ടിയല്ല അടിപൊളി i20 എലൈറ്റ് i20 i20 സ്പോർട്സ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2018 മോഡൽ. 18 മോഡൽ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. അലവിലെ കർഷ ചെയ്ത വണ്ടിയില്ലേ? അലവിൽ ചെയ്തു. ഓക്കെ. കിലോമീറ്റർ എവിടെയുണ്ട്? ഇത് 20,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി, എല്ലാം ഉള്ള വണ്ടി. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി വണ്ടി സ്പോർട്സ് അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടല്ലോ? റീപ്ലേസ് ഒരു റീപ്ലേസും ഇല്ല, ഒരു പരിപാടി ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി ഒക്കെ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല്? ഇത് 5.20. 5,20,000 വണ്ടിക്ക് ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് ചോദിക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഒരു 4.5 മേലൊക്കെ എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്യാലല്ലേ? പ്രൊഫൈലുണ്ട്. ഒരു 19,000 മുടക്കിൽ നമുക്ക് നല്ല അടിപൊളി എലൈറ്റ് i20 കൊണ്ടുപോകാല്ലേ? 20,000 കിലോമീറ്റർ നല്ല അടിപൊളി പെട്രോൾ വണ്ടിയില്ലേ? പെട്രോൾ വണ്ടി. പെട്രോൾ എന്തായാലും മൈലേജ് ഉണ്ടല്ലേ? ഒരു ആവറേജ് 16-18 ലെവലിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും ചെയ്യും. നല്ല പവറിൽ ഓടിക്കാം. അടുത്ത വണ്ടി ചെറിയ വില നല്ല അടിപൊളി റോഡ്സിലെ വെള്ള കളറല്ലേ? വെള്ള കളറ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2015 LDI. 15 മോഡലാണ്, LD ആണല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, അത് കർണാടക നമ്പറായ വണ്ടിയാണ്. കേരള 53 തിരൂരാണല്ലേ? അല്ല, പെരിന്തൽമണ്ണ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ
ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 3 ലക്ഷം കിലോമീറ്റർ ഓടിക്കണു. 1.5 ലക്ഷം. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണു. റീപ്ലേസ് ചെയ്യலாம். റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് മാറിക്കണു. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലേ? ഒന്നുമില്ല. ഓക്കെ. ഓപ്ഷൻ LDI ആണല്ലേ? LDI. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇത് 2.25. 2,75,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ. ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ കയറും. മാരുതിന്റെ വണ്ടിയല്ലേ? മാക്സിമം കയറുമല്ലോ അല്ലേ? എന്നാലും 10,000-20,000 മുടക്കിൽ വണ്ടി ഇറക്കാമല്ലേ? ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അതെ. നല്ല അടിപൊളി ഹൈറ്റിൽ നിന്ന് ഓടിക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂട്ട്സിലെ ഡീസലിന് മൈലേജിലുള്ള വണ്ടിയില്ലേ? നല്ല മൈലേജ് അല്ലേ? 20 എന്തായാലും മൈലേജ് കിട്ടൂലേ? 20 മേലെ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി 2 ലക്ഷം രൂപയൊക്കെ നല്ല അടിപൊളി സ്വിഫ്റ്റിലെ ഡീസൽ വണ്ടികൾ കൊടുക്കാമല്ലേ? ചെറിയ കായിന്റെ വണ്ടി എങ്ങനെ മോഡലുണ്ട്? 2009 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 9 മോഡലാണ്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. നല്ല ക്ലീൻ വണ്ടി. ക്ലീൻ പീസ് വണ്ടിയില്ലേ? കിളി വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ? ഏതാ ഇന്ത്യയിൽ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ? സീറ്റർ ഇന്ത്യയിലൊക്കെ ഉഷാറൊക്കെ ചെയ്തു. വീഡിയോയിലെ ഓപ്ഷൻ തന്നെ LDI ആണല്ലേ? ഓക്കെ. പേപ്പർ എത്ര വരണ്ട്? ഇത് നമ്മള് പുതിയ റിന്യൂവൽ എടുത്ത് കൊടുക്കും. 5 വർഷം പേപ്പർ എത്രയാണ് കൊടുക്കുമല്ലോ? പേപ്പർ എടുത്ത് കൊടുക്കും. 9 മോളിൽ 5 വർഷം പേപ്പറിലെ വണ്ടി. 2 ലക്ഷം ചോദിക്കണ്ടല്ലേ? 2 ലക്ഷം രൂപ ചോദിക്കും. കുറച്ച് കൊടുക്കും. നോക്കാമല്ലേ? കസ്റ്റമർ വന്നോണ്ടല്ലേ? ചെറുതായി ചെയ്ത് കൊടുക്കാല്ലേ? ഓക്കെ. ഇതുമേ ലോണ് കയറുന്നാല് പ്രയാസമാണല്ലേ? 1 ലക്ഷം രൂപ സെർട്ട് ലോണ് കയറ്റി കൊടുക്കും. ബാങ്കറിലല്ലോ? ബാങ്ക് കയറില്ല. സെർട്ട് ലോൺ എന്തായാലും നമുക്ക് ചെയ്ത് ഇവിടെ ചുറ്റുവട്ടം നോക്കില്ലേ? ഇപ്പൊ അവരെ സെറ്റപ്പിൽ വരികയാണെങ്കിൽ പേപ്പർ കാര്യങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. ഡീസൽ ഒരു 10-20 എന്തായാലും കിട്ടുമല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ചെല്ലോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി പെയിന്റിംഗ് ഉള്ള എല്ലാം ഉഷാറാണല്ലോ അല്ലേ? അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം ടയറ് കാര്യങ്ങള് എല്ലാം ഉള്ള വണ്ടി. 2 ലക്ഷം രൂപയൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് ആണ് കൊടുക്കാല്ലേ? റിന്യൂവൽ എടുത്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഒരു എത്തിയോസാണല്ലേ? ടയോട്ടന്റെ ഒരു സടാ വണ്ടി. 2013 മോഡൽ GD. 13 മോഡലാണ്. GD ആണല്ലേ? കേരള നമ്പറായ വണ്ടി. ഓടിക്കണ എത്ര നല്ല? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണു. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ 4ാമത്തെ ഓണർ നിലവിലുള്ളത്. റീപ്ലേസ് എന്നാല്? റീപ്ലേസ് ഇല്ല. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇന്ത്യയിലെ കാര്യങ്ങള് സീറ്റാറൊക്കെ ഉഷാറുള്ള വണ്ടില്ലേ? നല്ല വണ്ടി. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇത് 3.10. 3,10,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. ആ തെറിച്ചിക്കണ 10,000 കുറക്കുവോ? നോക്കാം നമുക്ക്. ചെറുതായി ചെയ്തു. കസ്റ്റമർ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കും. ലോണ് ഒരാൾ കയറില്ല? എത്ര കയറുമ്പോ? 3 രൂപ? 2 രൂപ ലെവലൊക്കെ. 2-2.5 ആ ലെവലിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് അനുസരിച്ചല്ലേ? പ്രൊഫൈല് നോക്കിട്ട് മാക്സിമം ചെയ്യും. എന്നാലും 10,000-50,000 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാല്ലേ? ചെറിയ മുടക്കില് വണ്ടി ഇറക്കാം. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. ഡീസൽ 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഇങ്ങളെ കളറും നീലാണ്, വണ്ടിന്റെ കളർ നീലല്ലേ? ഷർട്ടില്ലേ? എല്ലാം കൂടെ ഉഷാറുണ്ടല്ലേ? നല്ല വണ്ടി. മോനക്ക് ഇത് ഫുള്ള് ഇന്നോവന്റെ ശാഖരാണല്ലോ. ഇന്നോവയും ഫോർച്യൂണർ മെയിൻ ആയിട്ടുള്ളതല്ലേ? ഏത് വണ്ടിക്ക് ചോദിച്ചാലും എടുത്തു കൊടുക്കോ? ഏത് വണ്ടി? BM ആയാലും റോൾസ് റോയ്സ് എടുത്തു കൊടുക്കുമല്ലോ? ആവശ്യക്കാർക്കുള്ള വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും. ഇനി പോലത്തെ ഏത് വണ്ടി കൊടുത്താൽ മാറ്റാൻ പറ്റുമോ? ഏത് വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് എടുക്കും. ഏത് വണ്ടി കൊടുത്താലും മാറ്റിയിട്ട് നല്ല വണ്ടിയാണ് എടുത്തോളം വേറെ വണ്ടി കൊടുക്കും ചെയ്യുമല്ലേ? ഓക്കെ. എന്നാ ആദ്യത്തെ വണ്ടി ഇന്നോവ ആയിക്കോളല്ലേ? ഇത് 2012 V. 12 മോളിൽ V ആണ് ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതാ? ജാച്ച് ഏതാ? ഝാർഖണ്ഡിൽ അവിടെ നിന്നൊക്കെ വണ്ടി വരൂലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഇത് 1.60 ഓട്ടം ഓടിയുണ്ട്. കറക്റ്റ് ഓട്ടാ? കമ്പനി സ്റ്റർ ഉണ്ടോ? കമ്പനി സ്റ്റർ ഉള്ള വണ്ടിയാണ്. ഉള്ള വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് മാറിയണോ? വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല. 7 സീറ്റ് വണ്ടിയില്ലേ? 7 സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ വണ്ടി. വൃത്തിയുള്ള വണ്ടിയില്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? നമ്മൾ 7 രൂപ ചോദിക്കുന്നുണ്ട്. 7 ലക്ഷമാണ് ചോദിക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ വണ്ടിയില്ലേ? സിൽക്കി ഗോൾഡ് ഉണ്ട്. സിൽക്കി ഗോൾഡ് ആണ്. എന്തായാലും കുറച്ച് കൊടുക്കും ചെയ്യും. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യും. ലോണ് കാര്യങ്ങളൊക്കെയാണ് കയറും. മാക്സിമം ലോണേ കയറല്ലേ? എന്തായാലും 1.5 ലക്ഷം 2 ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്തെടുക്കാം. ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടുക? ഇത് ഇന്റർകൂളർ വണ്ടിയല്ല. ഇതെന്തായാലും ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. V ആണ് ഓപ്ഷൻ വരും. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. എന്നാ അടുത്ത വണ്ടി അതേമാതിരി തന്നെ വീണ്ടും ഒരു സിൽവർ ഇന്നോവ ആയിക്കോട്ടെ. ഇത് 2013 മോഡൽ വണ്ടിയാണ്. 13 മോഡലാണല്ലേ? ഇത് ഓപ്ഷൻ തന്നെ? ഇത് V തന്നെ വരുന്നുണ്ട്. V വണ്ടി മാത്രമേ ഉള്ളൂ. V വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.80 ഓട്ടം ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ? ഓക്കെ.
റീപ്ലേസ് കാര്യങ്ങൾ എന്ത് ചെയ്യണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മാറിയണോ? അതെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി? ഒന്നുമില്ല. ഇതൊക്കെ 7 സീറ്റ് വണ്ടിയാണല്ലേ? 7 സീറ്റ് വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്ലീൻ വണ്ടിയാ. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇത് 8.30. 8,30,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യാം. ലോണ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്കൊരു 6-6.5 റുപ്യൊക്കെ ലോൺ കിട്ടും. മാക്സിമം കയറും. 1.5 ലക്ഷം 2 ലക്ഷം മിനിമം ആണല്ലേ? അതെ. അല്ലെങ്കിൽ പ്രൊഫൈൽ ആയിട്ട് മാക്സിമം പിന്നെ ചെയ്ത് കൊടുക്കാല്ലേ? അതെ. ഐറ്റ കളക്കുന്നവർക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് ഡീസലാകുമ്പോൾ എന്തായാലും ഒരു 12-13 മൈലേജ് കിട്ടൂലേ? 12 മേലൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ. എന്നാ അടുത്ത വണ്ടി വീണ്ടും ഇന്നോവയുള്ള ഒരു ഗോൾഡ് ആണല്ലേ? ഇത് സിൽക്കി ഗോൾഡ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കേരള നമ്പർ ആയിട്ട് എടുക്കൂലൊക്കെ? അതെ. ഇത് 2014 Z ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 14 മോഡൽ Z ആണല്ലേ? 14 Z അപൂർവമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ്ട് Z ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവൽ അല്ലേ? ഇന്നോവയിൽ മാനുവൽ മാത്രമേ ഉള്ളൂ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1.80 ഓട്ടം ഓടിയുണ്ട്. കമ്പനി പക്ക സർവീസ്. ഓരോ 10,000 സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററുള്ള വണ്ടി അല്ലേ? ഹിസ്റ്ററുള്ള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഒരു പരിപാടി റീപ്ലേസും ഇല്ല. ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞാൽ കൊടുക്കാല്ലേ? ഫുൾ മിയ ഗ്യാരണ്ടി. അതെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇത് നമ്മള് 10-20. 10-20 ചോദിക്കുന്നുണ്ട്. നമ്പർ ആക്കി കൊടുക്കും. കേരള നമ്പർ ആക്കിയിട്ട് അതിൽ കുറച്ചും കൊടുക്കും. എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാൻ നോക്കാം നമുക്കല്ലേ? ലോണ് കാര്യങ്ങൾ എത്ര കയറുമ്പോ? ലോൺ എന്തായാലും ഒരു 8 ലക്ഷം റുപ്യ മേലെ ലോൺ കയറ്റി കൊടുക്കും. എന്തായാലും കയറും. 1.5 ലക്ഷം മുടക്കില് സെറ്റ് നല്ല അടിപൊളി ഇന്നോവ സിൽക്കി ഗോൾഡ് കൊണ്ടുപോകാല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല, ഗ്യാരണ്ടി വണ്ടി. അടുത്ത വണ്ടി അല്ല അടിപൊളി ഫോർച്യൂണർ 4x4 കിടിലം വണ്ടി അല്ലേ? ഫുൾ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത വണ്ടി. 4x4 മാനുവലാണ്. മാനുവൽ. എത്ര മോഡലുണ്ട്? 2010. ഇത് ടൈപ്പ് 2 നമ്മൾ കൺവേർട്ട് ചെയ്ത ഫുൾ ആയിട്ട് കിറ്റ് കയറ്റി എല്ലാം സെറ്റ് ആക്കി വണ്ടി. 10 4x4 ആണല്ലേ? അലവിലടക്കം നമ്മൾ കൺവേർട്ട് ചെയ്ത വണ്ടി അല്ലേ? എത്ര പേപ്പർ ഉണ്ട് താലേ? ഇത് ഫുൾ പേപ്പറുണ്ട്. ഫുൾ പേപ്പർ ക്ലിയർ ആണല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2.20 ഓടിയുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഇപ്പൊ നിലവില് 3rd ഓണറാണ് നിലവിലുള്ള അല്ലേ? ഓക്കെ. നല്ല അടിപൊളി വണ്ടിയില്ലേ? നല്ല സ്ക്രീനും കാര്യങ്ങള് 4x4 ആണ്. എല്ലാം കൊണ്ട് ഷോറ്. ഏഴൊക്കെ അടിച്ചു മുന്നിൽ പോകാനല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഫുൾ നീറ്റ് വണ്ടി. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതാല്? 9.60 ചോദിക്കുന്നുണ്ട്. 10 മോഡലിന് 9,60,000 4x4 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് 2 നമ്മൾ കൺവേർട്ട് ചെയ്തോണ്ട്. ഓക്കെ. അതിലെന്തേ കുറച്ചും കൊടുക്കൂലേ? കണ്ടാൽ വണ്ടി കണ്ടാൽ നമുക്കൊരു 15 മോഡലിന്റെ ആ ലുക്ക് വരൂലേ? ആ മെയിൻ ഉണ്ടാവും. ഇതിപ്പോ ലോൺ എത്ര കയറുന്നാല്? ഇതിമൊരു 6 ലക്ഷം റുപ്യ ലോണ് മാക്സിമം കയറും. സുഖമായിട്ട് കയറുമല്ലേ? എന്തായാലും ഒരു 3 ലക്ഷം അതിന്റെ കീപ്പട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാപ്പിന്റെ നമുക്ക് വർക്കാറല്ലേ? പ്രൊഫൈൽ അങ്ങനെ മാക്സിമം പറഞ്ഞു കൊടുക്കാം. 4x4 മാനുവൽ മാത്രം മൈലേജ് കിട്ടും. 10 കിലോമീറ്റർ മൈലേജ് മാക്സിമം പറയാലല്ലേ? 4x4 കുറച്ച് മൈലേജ് കുറെ കയറല്ലേ? ഏത് മലയും കുന്നും കയറാം. അത് നമ്മള് പറഞ്ഞത്. അടുത്തവണല്ല അടിപൊളി കിടില ഇന്നോവലെ. ഓ ഏതാ സാധനം? എങ്ങനെ മോഡലുണ്ട്? ഇത് 2015 Z ആണ്. 15 മോഡല് Z ആണ്. ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, നമ്പർ ആയതാ. കേരള നമ്പർ ആയ വണ്ടിയില്ലേ? ഓ ഏതാ വീല്? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.40 കമ്പനി ഹിസ്റ്ററിലാണ്. സർവീസ് ഉള്ള വണ്ടിയാ. സൈഡില് സ്റ്റിക്കറൊക്കെ വരുന്നുണ്ടല്ലേ? ഗ്രാഫിക്സ് ഒക്കെ വരുന്ന ടൈപ്പാണ്. ഇതിലാണ് ശരിക്കും ഗ്രാഫിക്സ് വരുന്നല്ലേ? ഓക്കെ. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൊണ്ട് ഉഷാറ്. എല്ലാം കൊണ്ടും പക്ക വണ്ടി. 8 സീറ്റാണ്. 8 സീറ്റ് വണ്ടി അല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ഇത് 11.90 ചോദിക്കുന്ന റേറ്റ്. എന്തെങ്കിലും കുറച്ച് ചെയ്യാനേ പറ്റുമോ? കൊടുക്കും ചെയ്യാനല്ലേ? മാക്സിമം ലോൺ കയറില്ല? ഇതൊക്കെ 10 ലക്ഷം റുപ്യ എന്തായാലും ലോൺ കയറുമല്ലേ? 1 ലക്ഷം മുടക്കില്ല അല്ലെ 50,000 മുടക്കിലൊക്കെ ഇന്നോവ കൊണ്ടുപോകല്ലേ? പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ ലോൺ കിട്ടും ചെയ്യുമല്ലേ? ഇതിപ്പോ വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒരു റീപ്ലേസ് ഒരു പരിപാടി ഇല്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാറല്ലേ? ക്ലീൻ ഉണ്ട്. അതെ. 1 ലക്ഷം മുടക്കില്ല 50,000 മുടക്കില്ല ഇന്നോവ 8 സീറ്റും 7 സീറ്റൊക്കെ കൊണ്ടുപോകല്ലേ? നിങ്ങളുടെ ഏത് വണ്ടിയിലേക്ക് കൊടുത്താലും നമുക്ക് മാറ്റി കൊടുക്കും ചെയ്യാം. ഏത് വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കുമല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. പഠിത്തല്ല അടിപൊളി വീഡിയോ ആയി വിടുകണം.